ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ് ഒരു ഉഗ്രൻ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനെയും മകളെയാണ് കാണിക്കുന്നത്. അതിൽ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ പേര് എമ ക്രേവൻ, അവളുടെ അച്ഛൻ്റെ പേര് തോമസ് ക്രേവൻ. അങ്ങനെ ഈ ഒരു പഴയ വീഡിയോ കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ക്രേവൻ ഉണ്ടല്ലോ, അവൻ ആരെയോ കാത്തിങ്ങനെ നിൽക്കാണ്. വേറെ ആരുമല്ല, തൻ്റെ മകളായിട്ടുള്ള എമയെ. കാരണം അവളിപ്പോൾ വളർന്ന് ഒരു ടീനേജർ പെൺകുട്ടിയായി. അതുമല്ല, അവൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാണ്. ഇപ്പോൾ അവധിയായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയം അവളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോ അവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ എമ അവിടേക്ക് വരുന്നു. അപ്പോഴേക്ക് എമ പെട്ടെന്ന് അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ലേറ്റായി, പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും ലേറ്റ് ആവില്ല എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയം നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി എന്തോ ഒരു സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ എമ കാറിന് വെളിയിൽ നിന്ന് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ ഹീറോ ആയാലും മോടി അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഹേ എമ എന്തു പറ്റി എന്നും പറഞ്ഞ് അവളെ നേരെ കാറിനകത്തേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. തലയെതിരെ മഴ പെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ അവളോട് ചോദിക്കുന്നത്, അല്ല അച്ഛനോട് പറയാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ എല്ലാം കേൾക്കുന്ന ഒരാളാണ്, പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൾ പറയും, സോറി അച്ഛാ, ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട, ഇത് ഫുഡിൻ്റെയാണ് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ നീ ആരെയെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ? അപ്പോൾ എമ പറയും, അതെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷേ അവനെ ഒരിക്കലും അച്ഛന് ഇഷ്ടപ്പെടത്തില്ല. ഏയ് അതെന്താ എനിക്കിഷ്ടപ്പെടാതിരിക്കാൻ കാരണം? അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഭാര്യ മരിച്ചിട്ട് ഒരുപാട് കാലമായി. അതിനുശേഷം ഹീറോ ആണ് എമയെ ഒറ്റയ്ക്ക് വളർത്തിയത്. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിലോ എമയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. ഒരച്ഛനെന്ന നിലയിൽ തൻ്റെ മകൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ആ ഒരു സ്നേഹം ഹീറോയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവളോട് ചോദിക്കും, അല്ല പെട്ടെന്ന് എന്താ വരാനായിട്ട്? ഇല്ല, എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അതുപോലെ എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും ഇവിടെ ഇരിക്കണ്ട, മുകളിലേക്ക് പോയി കിടന്നു, ഞാൻ നിനക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അത് ഇവരുണ്ടാക്കിയ ആ ഒരു ഫുഡിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടി മറ്റൊരു വശത്തേക്ക് പോകുന്നതും ഇപ്പോൾ എമയെ കാണിക്കുമ്പോൾ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരികയാണ്. അത് തുളച്ചു കളയുമ്പോഴത്തേക്കും വീണ്ടും രക്തം വരുന്നു. അതുമല്ല പെട്ടെന്ന് തന്നെ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ഓടി അടുത്തേക്ക് വന്നിട്ട്, എമ്മ നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയും, ഇല്ല അച്ഛാ, എനിക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതിവിടേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറയണമായിരുന്നു, അത് ഞാൻ ഒളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഹീറോ അവൻ്റെ വാലറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു തോക്കിരിപ്പുണ്ട്. പക്ഷെ അത് മാത്രം ഹീറോ ഒരിക്കലും എടുക്കത്തില്ല. അങ്ങനെ എമയെ വിളിച്ച് നേരെ വെളിയിലേക്ക് വന്ന് ഡോറ് തുറന്നിട്ട് വെളിയിൽ നിൽക്കുന്നതും പെട്ടെന്നൊരു കാറ് വീടിന് വെളിയിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ട് അവർ കാർ എടുത്തുകൊണ്ട് പോകുന്നതും ഇപ്പോൾ ഹീറോ നേരെ അകത്തേക്ക് വന്ന് എമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, മോളെ നിനക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതെനിക്കറിയാമെന്നും പറഞ്ഞിട്ട് എമ അവിടെ വെച്ച് മരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. കാരണം എത്ര കാലം കഴിഞ്ഞിട്ടാണ് ആകെയുള്ളൊരു മകള് അവൾ അവനെ കാണാതെ വന്നിട്ടുള്ളത്. ആ ഒരു ദിവസം തന്നെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അച്ഛൻ്റെ അവസ്ഥ? അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് അവിടേക്ക് ജയ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ വരുന്നു. അതേപോലെ തന്നെ ഒരുപാട് പോലീസുകാരും പത്രക്കാരും എല്ലാവരും ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ജയ് പതിയെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് വേറൊരു പോലീസുകാരൻ ജയോട് പറയുന്നത്, സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രേവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊലയാളികൾ വന്നത്. പക്ഷേ മുന്നിൽ പെട്ടത് പാവം അവൻ്റെ മകൾ എമ്മ. ഷൂട്ട് ചെയ്തിട്ട് അവർ കാർ എടുത്തുകൊണ്ട് പോയി. മഴയായതുകൊണ്ട് ടയറിൻ്റെ അടയാളമോ DNA പരിശോധിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടിയില്ല. അതുപോലെ ക്രേവനായാലും അവരെ ഫോളോ ചെയ്തും പോയതുമില്ല എന്ന് പറയുമ്പോൾ ഹീറോ അവിടെ ഇങ്ങനെ മാറിയിരിക്കുകയാണ് മിണ്ടാതെ. അപ്പോൾ ജയ് ആയാലും പാതിയെ ഹീറോയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, ക്രേവൻ നിനക്കിപ്പോൾ എന്തെങ്കിലും വേണോ? കോഫി, വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനും ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ ഹീറോ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ ഇരുന്നിട്ട് അവൻ എപ്പോഴും കഴിക്കുന്ന ഈ ഇഞ്ചി ഇട്ട ഒരു വെള്ളമുണ്ട്, അതിങ്ങനെ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരോടും ജയ് പറയും, അല്ല നിങ്ങളെന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്, പോയി നിങ്ങളുടെ ജോലി ചെയ് എന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ ഹീറോയോട് പറയും, ശരി നീ ഇപ്പോൾ 2-3 ദിവസം എന്നോടൊപ്പം നിൽക്ക് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഒരിക്കലുമില്ല, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ തന്നെ ഞാൻ ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഈ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് അവരവിടെ നിന്ന് പോയി. ഇപ്പോൾ ഹീറോ മാത്രമേ ഉള്ളൂ വീട്ടിലെ. അവനായാലും തൻ്റെ മുഖമെല്ലാം കഴുകിയിട്ട് അവളുടെ രക്തം പറ്റിയ ആ ഒരു തുണിയുണ്ടല്ലോ അതെടുത്ത് ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നിട്ട് കൈയെല്ലാം നല്ലതുപോലെ കഴുകി ആ ഒരു രക്തമെല്ലാം കഴുകി കളഞ്ഞ് ഇപ്പോഴും ഹീറോ വലിയ രീതിയിലൊന്നും കരഞ്ഞിട്ടില്ല. അവൾ മരിക്കുന്ന സമയത്ത് കരഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഹീറോ ഒന്ന് കരഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ട് അവിടെ നിന്ന് നേരെ അവളുടെ റൂമിലേക്ക് വന്ന് ഡോർ തുറക്കുമ്പോൾ അവളുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ബാഗിലൊരു ഫോണുണ്ട്, അത് റിങ് ചെയ്യുന്നു. ഹീറോ ആയാലും മോടി വന്നിട്ട്, ഏയ് ഇത് എമ്മയുടെ അച്ഛനാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ച ആള് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യും.
അങ്ങനെ ആ ഒരു ഫോണും എടുത്ത് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് എമ്മയുടെ പഴയ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കാണ്. അച്ഛൻ നിങ്ങൾ ഓക്കെ ആണോ? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയ്ക്ക് അത് തോന്നുന്നതാണ്. അപ്പോൾ ഹീറോ പറയും ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അപ്പോഴും എമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ, കുട്ടിക്കാലത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ട് പെട്ടെന്ന് ആ ഒരു വെടിയച്ച കേട്ട് ഞെട്ടി എഴുന്നേൽക്കും. തന്റെ കയ്യിലൊരു തോക്കുകൊണ്ട് അതും എടുത്തു വെച്ചിട്ട് നല്ലതുപോലെ പേടിച്ച് ആ ഒരു കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം. അങ്ങനെ ഇരുന്ന് ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോഴേക്കും റേഡിയോയിലെല്ലാം ഈ ഒരു ന്യൂസ് ആണ്. തോമസ് ക്രേവൻ എന്ന് പറഞ്ഞ പോലീസുകാരന്റെ മകള് 24-കാരിയായിട്ടുള്ള യമാ ക്രേവൻ ഇന്നലെ രാത്രി വെടിയേറ്റ് മരിച്ചു. അതുമല്ല കൊലയാളികൾ കൊല്ലാൻ ഉദ്ദേശിച്ചത് അവളുടെ അച്ഛനെയാണ് എന്നുള്ള രീതിയിൽ ന്യൂസ് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. അതേസമയം തന്നെ ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ സ്റ്റേഷനിലും എല്ലാവരും ഈ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവർ പെട്ടെന്ന് അതിൽ ഓഫ് ചെയ്തിട്ട് അതിലൊരു പോലീസുകാരൻ വന്ന് അല്ല നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അതെ ഓക്കെ ആണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും നിങ്ങളുടെ അയൽക്കാരങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, രാത്രി മഴയായതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ വീടിനകത്തേക്ക് പോയി, അതുകൊണ്ട് നമുക്ക് വേറെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ യമയുടെ ഫോൺ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത് ദേ ഇതെന്റെ മകളുടെ ഫോണാണ്, ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ കട്ട് ചെയ്തു, അതാരാണെന്ന് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഈ ഒരു ഫോണിലെ അവൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകൾ അതിന്റെ ലിസ്റ്റ് എനിക്ക് എടുത്തു തരണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ തന്റെ മകള് വെടിയേറ്റ് മരിച്ചു. അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിലേക്ക് ജോലിക്കായിട്ട് വന്ന ഹീറോ, അതുകൊണ്ട് അവനെ സമാധാനിപ്പിച്ച് വീട്ടിലിരുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ ഹീറോ ആണെങ്കിലോ അതാരാണെന്ന് കണ്ടുപിടിക്കാതെ ഇനി ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അടുത്ത ദിവസം തന്നെ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ ചീഫിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചീഫും ജി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചീഫ് എഴുന്നേറ്റ് വന്നിട്ട് തോമസ് നിന്റെ മകളുടെ നഷ്ടത്തിലെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, അതുമല്ല നീയും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് ലീവ് എടുക്കാൻ കഴിയുമോ? ഈ കാര്യങ്ങൾ എന്തായാലും പോലീസുകാർ അന്വേഷിക്കും എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഒരിക്കലുമില്ല, എന്നെ കൊല്ലാനാണ് ആ ഒരു കൊലയാളി വന്നതെങ്കിൽ എനിക്കതറിയണ്ടേ, അതുകൊണ്ട് ഞാനിത് ഒറ്റയ്ക്ക് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല തോമസ് അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, കാരണം ഇത് നിയമമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിയമം ഒരിക്കലും ബാധകമല്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് ജയിനോട് ചോദിക്കും ജയ് അവൻ പറഞ്ഞത് കേട്ടില്ലേ, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജയ് ആയാലും അതുപോലെ തലയാട്ടും. അപ്പോൾ ആ ഒരു ചീഫ് പറയും ഓക്കെ അങ്ങനെയാണെങ്കിലും മാധ്യമങ്ങൾ നമ്മളെ കാണാനായിട്ട് നിൽക്കുന്നുണ്ട്, നീ ഒന്ന് സംസാരിക്കാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ തോമസ് പറയും ഇല്ല എനിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ താല്പര്യമില്ല, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ജെയിനെ വിളിച്ച് നേരെ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ജെയിനോട് പറയും ബുള്ളറ്റിന്റെ ഷെല്ലോ ഫിസിക്കൽ എവിഡൻസ് ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല, അത് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, എന്തായാലും അത് അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ വരും, ഞാനത് കണ്ടുപിടിക്കും. പിന്നെ ജയ് കേസിലെ ഫയലുകളും മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ തരണം, ഈ വർഷം എന്തായാലും ഞാൻ ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ ജയ് പറയും ടോം അതെല്ലാം ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ തോമസിനെ ഇവർ ടോം എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ അവളുടെ ശരീരം യമയുടെ ശരീരം കണ്ട് അത് ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവളുടെ ശരീരം കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട് ആ ഒരു ഷൂട്ട് ചെയ്ത സമയത്ത് പെട്ടെന്നുള്ള ഷോക്കിൽ ഹൃദയസ്തംഭനം മൂലമാണ് അവൾ മരണപ്പെട്ടത് എന്നുള്ള കാര്യം പറഞ്ഞ് ഇപ്പോൾ യമയുടെ ബോഡി അടുത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു തുണിയെടുത്ത് മാറ്റാനായിട്ട് വരുമ്പോൾ ഹീറോ അറിയില്ല വേണ്ടാന്ന് പറഞ്ഞ് അത് തടഞ്ഞു നിർത്തിയിട്ട് അവൻ അങ്ങനെ യമയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വയ്ക്കും. എന്നിട്ട് ഈ ഒരു ഡോക്ടറിനോട് ചോദിക്കും എനിക്കൊരു കത്രിക തരുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഒരു കത്രിക കൊടുക്കാണ്, വേറെ ഒന്നുമല്ല യമയുടെ മുടി കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു മുടിയും കൊണ്ടാണ് അവൻ വെളിയിലേക്ക് വരുന്നത്. എന്നിട്ട് എമ്മ കുട്ടിയായിരിക്കുമ്പോൾ ഇവർ പോകുന്ന ആ ഒരു പാർക്കുണ്ട്, അവിടേക്ക് ചെന്നിരുന്ന് ഒരു ബെഞ്ചിലിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു മുടിയും വെച്ച്. അതേസമയം എതിർവശത്തെ ആ ഒരു ബെഞ്ചിൽ കുട്ടിയായിട്ടുള്ള നമ്മുടെ യമ ഇരിക്കുന്നത് പോലെ എപ്പോഴും നമ്മുടെ യമയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ അവന്. തന്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരച്ഛനും അവരെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും അവിടെ ഇരുന്നിട്ട് കരയാനായിട്ട് വരുമ്പോൾ യമയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു, അച്ഛൻ ഒരിക്കലും കരയരുത്, ഒരിക്കലും വിഷമിക്കരുത് എന്നുള്ള ആ ഒരു ശബ്ദം അവൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അവൻ പറയും ഇല്ലേമ്മ ഞാൻ ഒരിക്കലും കരയത്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ കാണിക്കുമ്പോൾ 2 പോലീസുകാരെ കാവലിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയുടെ വീടിന്റെ വെളിയിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോഴേ ഹീറോ നേരെ ആ ഒരു ചീഫിനെ വിളിച്ചിട്ട് പറയും സാർ എനിക്കതിന് ശത്രുക്കളൊന്നുമില്ല, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ നിർത്തിക്കുക അവരെ, കാരണം എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ശത്രുക്കൾ ആരുമില്ല, വെറുതെ ആ ഒരു 2 പോലീസുകാരെയും ഈ മഴയത്ത് ഇങ്ങനെ നിർത്തണ്ട. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ ആണെങ്കിലോ എമ്മയുടെ ആ ഒരു ചാരുണ്ടല്ലോ അതും എടുത്ത് നേരെ അവളുടെ ആ ഒരു കടൽ തീരത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് പറയും ഇത് നിന്റെ കടൽ തീരമാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്ന് ആ ഒരു കടലിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ചാരം അങ്ങനെ ഒഴുക്കി വിടുന്നു. എന്നിട്ട് അവന്റെ കയ്യിലെടുത്തിട്ട് അത് താഴേക്ക് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും മുന്നിലായിട്ട് കുട്ടിയായിട്ടുള്ള യമ അവനെ വിളിക്കുന്നത് പോലെ അച്ഛാ വാ കളിക്കാൻ പോവാം, വാ ഓടി വാന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കാര്യം അവനിങ്ങനെ ഓർത്ത് നോക്കുകയാണ്. എന്നിട്ട് പറയും അതേ മോളെ ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് ആ ഒരു ചാരം മുഴുവനായിട്ടും ആ ഒരു കടൽ തീരത്ത് ഒഴുക്കി വിടുന്നു.
അങ്ങനെ അവിടെ ഒരുപാട് പേരെ നിന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ എമ്മയുടെ ബാഗ് എല്ലാം എടുത്ത് ഇങ്ങനെ പരിശോധിക്കാണ്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ബാഗ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മരുന്നുകളും കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് വേറൊന്നും കിട്ടുന്നില്ല. അതേസമയം അവളുടെ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അത് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും അവൾ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിലെ ID കാർഡ് ഉണ്ടല്ലോ, അതിങ്ങനെ കാണുന്നുണ്ട്. അതുമല്ല അവളുടെ മുറിയിലെ ആ ഒരു ഡ്രോയർ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു 45 പിസ്റ്റല് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു തോക്ക് യമ കൈവശം വെക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലാൻ വന്നവർ ഒരിക്കലും ഹീറോയെ കൊല്ലാനായിട്ടല്ല വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പൊ യമ ആരെയും പേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തോക്ക് അവൾ കൈവശം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതുകൂടി ആയതും അടുത്ത ദിവസം തന്നെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ ഒരു തോക്കിന്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ അതെല്ലാം വെച്ച് ഈ ഒരു തോക്ക് വാങ്ങിയതാരാണ്, ആരുടെ പേരിലാണ് ഇതിന്റെ ലൈസൻസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരുത്തന്റെ പേര് വരും. അങ്ങനെ ആ ഒരു അഡ്രസ്സും എടുത്ത് ഹീറോ നേരെ വീട്ടിലേക്ക് ആ ഒരു ഡേവിഡിനെ അന്വേഷിച്ച് പോകാനായിട്ട് വരുമ്പോൾ ജയ് ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട്, അല്ല നീ എവിടേക്കാ പോകുന്നേ, ഞങ്ങളിപ്പോൾ ആ ഒരു കൊലയാളികളുടെ DNA അത് കണ്ടുപിടിക്കാറായി എന്നെല്ലാം പറയുമ്പോൾ ഹീറോ അതൊന്നും വലിയ കാര്യം വെക്കാതെ അവനോട് എവിടെയാണ് പോകുന്നതെന്ന് പോലും പറയാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറെ ദൂരം പോയിട്ട് ഇപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞ ഒരുത്തിന്റെ വീട് കണ്ടുപിടിച്ച് അകത്തേക്ക് പോകുന്ന സമയത്ത് ഡേവിഡ് അകത്ത് തന്നെയുണ്ട്. അതുമല്ല ഹീറോ വരുന്നത് കാണുമ്പോൾ തന്നെ അവൻ നല്ലതുപോലെ പേടിച്ചിട്ട് ഒരു കത്തിയും എടുത്ത് ആ ഒരു ഡോറിനടുത്തായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഹീറോ അകത്തേക്ക് വരുമ്പോൾ കുത്താനായിട്ട്. അപ്പൊ ഈ ഒരു കാര്യമൊന്നും അറിയാതെ ഹീറോ ഡോറിന് വെളിയിൽ കുറെ നേരം നിന്ന് തട്ടി നോക്കുന്നുണ്ട്, പക്ഷെ അവൻ തുറക്കുന്നില്ല. അവനകത്ത് കത്തിയും കൊണ്ട് നിൽക്കല്ലേ. അങ്ങനെ കുറച്ചു നേരം തട്ടിയതിനു ശേഷം ഹീറോ പതിയെ ആ ഒരു ഡോർ തുറന്ന് ഈ തോക്ക് പതിയെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുന്നതും അവൻ പെട്ടെന്ന് തന്നെ ഡോർ അടയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ ഹീറോ അകത്തേക്ക് കയറുന്നതും ഇവൻ ആ ഒരു കത്തി കൊണ്ട് ഹീറോയെ കുത്താനായിട്ട് വരികയാണ്. പക്ഷെ ഹീറോ ഒരു വിധത്തിലേ ഒഴിഞ്ഞു മാറി അവനുമായിട്ട് കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും താഴേക്ക് വന്ന് വീണ് ഇപ്പോൾ ഹീറോ നേരെ ഡേവിഡിനെ പിടിച്ചിട്ട്, ഏയ് നിന്റെ പേര് ഡേവിഡ് അല്ലേ, എന്റെ പേര് തോമസ് ക്രേവൻ, യമ ക്രേവന്റെ അച്ഛനാണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കണം, ഇപ്പോൾ നീ ഓക്കെ അല്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അവനായാലും ഓക്കെ പറയുമ്പോഴത്തേക്കും കൈയിന്റെ പിടിവിട്ടിട്ട് ഹീറോ ഒരിടത്തേക്ക് മാറി ഇരുന്നിട്ടാണ് പറയുന്നത്, ഓക്കെ എന്റെ മകളെ നിനക്ക് നല്ലതുപോലെ തന്നെ അറിയാം, ദേ ഇത് നിന്റെ തോക്കാണ്, ഇതെന്റെ മകളുടെ കയ്യിലുണ്ട്, ഇത് നീ അവൾക്ക് കൊടുത്തതാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതെ ഞാൻ അവൾക്ക് കൊടുത്തതാണ്, എന്തുകൊണ്ട് അതെനിക്കൊരിക്കലും നിന്നോട് പറയാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും നീ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്കെതിരെ എനിക്ക് കേസ് എടുക്കാൻ കഴിയും, കാരണം നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയും ഇല്ല നീ കള്ളം പറയാണ്, ഓക്കെ അങ്ങനെയാണെങ്കിൽ നീ പറയേ എന്റെ മകൾക്ക് എന്തിനാ നീ ഒരു തോക്ക് കൊടുത്തേ, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്, അവിടെ എന്തോ ഒരു പ്രശ്നം അവൾക്കുണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും സോറി എനിക്കത് പറയാൻ കഴിയത്തില്ല, കാരണം കുറച്ച് സുരക്ഷാ നിയമങ്ങളുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതൊരിക്കലും ഞങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയത്തില്ല, അതുമല്ല അവരിപ്പോഴും എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നീ ഇവിടെ നിന്ന് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും, അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം നിനക്ക് തരാനുണ്ട് എന്നും പറഞ്ഞിട്ട് എം ഉപയോഗിച്ചിരുന്ന അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ അടങ്ങിയ ഒരു ബാഗും അവൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ കീയും ഹീറോയുടെ കയ്യിൽ കൊടുക്കും. അതേസമയം ഹീറോ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരു കാർ കിടപ്പുണ്ട്, അതിലാണ് ഇവനെ നിരീക്ഷിക്കാനായിട്ടുള്ള ആ ഒരാളുകളുള്ളത്. അപ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് സംസാരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ദേ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഹീറോയുടെ കാർഡും കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു കീയും ബാഗുമായിട്ട് ഹീറോ നേരെ എമ്മയുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് ഡോറെല്ലാം തുറന്നിട്ട് അകത്തേക്ക് കയറി ആ ഒരു റൂമെല്ലാം ഇങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവൾ ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതുപോലെ ഡേവിഡുമായിട്ട് അവളെടുത്തൊരു ഫോട്ടോ കാണുമ്പോൾ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഹീറോ പറയുന്നത് നീ പറഞ്ഞത് ശരിയാണ് മോളെ, എനിക്ക് അവനെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞ് ആ ഒരു കട്ടിലിരുന്നിട്ട് അല്ല എന്തിനാ നീ ആ ഒരു തോക്ക് വാങ്ങേ എന്നെല്ലാം ഇങ്ങനെ പറയും. എന്നിട്ട് എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ടേബിൾ ഉണ്ട്, അതിന് മുകളിൽ നോക്കുമ്പോൾ ഒരുപാട് വയറുകൾ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് അവിടെ കാണാനില്ല, ആരോ ഊരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ അടുത്തുള്ള ആ ഒരു ജനാല തകർന്നു ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാൾ ഇതിനകത്തേക്ക് വന്ന് ഈ ഒരു കമ്പ്യൂട്ടർ മൊത്തമായിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. എന്നിട്ട് അതിനകത്ത് കിടക്കുന്ന ഒരു ബാഗ് ഉണ്ട്, അതെടുത്ത് തട്ടിയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു ഗീഗർ കൗണ്ടർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, അത് കിട്ടുന്നു. ഇത് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അതെടുത്ത് ഹീറോ കയ്യിൽ പിടിച്ചിട്ട് അവന്റെ ഡ്രസ്സിനടുത്തൂടെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അതിൽ ശബ്ദം കേൾക്കും. ഇതെന്താ ഇപ്പൊ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞ് അവൻ അങ്ങനെ പോക്കറ്റിനടുത്തേക്ക് വെക്കുമ്പോൾ അവിടെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്നത് എമ്മയുടെ മുറിച്ചെടുത്ത ആ ഒരു മുടിയുണ്ടല്ലോ അതായിരുന്നു. പക്ഷെ ഈ ഒരു ശബ്ദം എന്തുകൊണ്ടാണ് കേൾക്കുന്നതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അതേസമയം ഇവിടെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു കണ്ണാടിയും കോട്ടി സ്യൂട്ടെല്ലാം ഇട്ട് ഒരുത്തൻ ഒരു ലിഫ്റ്റ് വഴി താഴേക്ക് വരുന്നു. ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടേക്ക് വന്നിട്ട് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവന്റെ പുറകെ തന്നെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ജഗ് ബർഗ് എന്നാണ്. ഇയാളൊരു ബ്രിട്ടീഷ് കൺസൾട്ടന്റ് ആണ്. ഇപ്പോൾ ജഗ് ബർഗിനെ കാണാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല്
ഇപ്പോൾ ജഗ്ബർഗിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, നോർത്ത് മൂർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്. അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അവർക്കൊരുപാട് കരാറുകളുണ്ട്. അവർക്കൊരുപാട് പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല. അവരുടെ ആ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റിയിലേക്ക് കുറച്ചാളുകൾ നുഴഞ്ഞു കയറി, കുറച്ചുപേര് മരണപ്പെട്ടു. പക്ഷെ അതിലൊരാൾ മാത്രം രക്ഷപ്പെട്ടു. അവളാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമയുടെ ഫോട്ടോ എടുത്ത് കാണിക്കും. എന്നിട്ടാണ് പറയുന്നത് അവൾ 5 ദിവസം മുന്നെയാണ് വെടിയേറ്റ് മരിച്ചത്. ഇപ്പൊ അവളുടെ അച്ഛൻ ഈ ഒരു കേസ് എടുത്ത് നടത്താണ്. അതുമല്ല, ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾ ഇതുപോലെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ എല്ലാം പ്രശ്നത്തിലാവും. അതുകൊണ്ട് ഈ ഒരു കേസ് ഇവിടെ വെച്ച് ഇല്ലാതാക്കണം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയെ കൊല്ലണമെന്നാണ് ഈ ഒരാളോട് പറയുന്നത്. ഇയാളൊരു വാടക കൊലയാളിയും കൂടിയാണ്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞ ആ ഒരു കണ്ണാടിക്കാരൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ എമയുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഈ ഒരു സിറ്റിയിലെ പോലീസുകാരെല്ലാം വന്നിട്ട് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ ഇവിടെ വന്ന കാര്യം വേറെ ആരും അറിയരുത് എന്നുള്ള രീതിയിൽ ആ ഒരു പോലീസുകാരനോട് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോ എമയുടെ ഫോണിലുള്ള ആ ഒരു നമ്പർ ലിസ്റ്റുകളുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഓരോരുത്തരുടെ ഇങ്ങനെ വിളിച്ചു നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹീറോ വിളിക്കുന്നത് മെലീസ എന്ന് പറഞ്ഞൊരു പെണ്ണിനെയാണ്. അവളെ വിളിച്ചിട്ട് ഹീറോ പറയും, ഇതേപോലെ എൻ്റെ പേര് ക്രേവൻ എന്നാണ്. എമ ക്രേവന്റെ അച്ഛൻ ഒരു പോലീസുകാരനും കൂടിയാണ്. എൻ്റെ മകൾക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. പിന്നെ നിങ്ങളുടെ നമ്പർ അവളുടെ ഫോണിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അവളുടെ മരണമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാവോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, സോറി, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. അതുപോലെ എനിക്കൊരു കുട്ടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്കറിയണമെന്നുണ്ട്, ഒരു അച്ഛനായിട്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ മെലിസ ആയാലും പറയും, ഓക്കെ നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ എന്തായാലും പിന്നീട് വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ കോളങ്ങ് കട്ട് ചെയ്യാണ്. അപ്പോൾ മെലിസയ്ക്ക് ഈ ഒരു സംഭവത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് നോർത്ത് മൂർ എന്ന് പറഞ്ഞിട്ട് എമ വർക്ക് ചെയ്തിരുന്ന ആ ഒരു വലിയ കമ്പനി ഉണ്ടല്ലോ അവിടേക്കാണ്. സത്യത്തില് ഇതൊരു റിസർച്ച് സെന്റർ ആണ്. അതും കൂടുതലായിട്ടും ഈ ആണവായുധങ്ങളെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനി. അപ്പൊ അതിന്റെ CEO ആയിട്ടുള്ള ജാക്ക് ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരുത്തനെ കാണാനായിട്ടാണ് ഹീറോ ഇപ്പൊ ചെല്ലുന്നത്. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് അയാളോട്ട് പരിചയപ്പെടുമ്പോൾ ജാക്ക് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ മകളുടെ നഷ്ടം എത്രത്തോളം വലുതാണെന്ന്. എമയുടെ മരണത്തെപ്പറ്റി ഞാനും അറിഞ്ഞു. അവൾ ഈ ഒരു കമ്പനിയിലെ നല്ലൊരു സ്റ്റാഫായിരുന്നു. എനിക്ക് അത്രേ അറിയില്ല എന്നുണ്ടെങ്കിലും റിസർച്ച് സെന്ററിലാണ് അവൾ കൂടുതലായിട്ടും വർക്ക് ചെയ്തിരുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഈ ഒരു കമ്പനി എങ്ങനെയാ ഇതിനെപ്പറ്റി പറയാൻ പറയുമ്പോൾ ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പാട്ടത്തിന് വാങ്ങിയതാണ്. ഇവിടെയാണ് ഞങ്ങൾ ആണവായുധങ്ങളെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോഴേക്ക് ഹീറോ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ പുറകിലായിട്ട് ഈ വേറെ രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകളായിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് പല രീതിയിലും പണം കൊണ്ടുവരുന്ന ആളുകളാണ്. അല്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എൻ്റെ മകളെ പറ്റി അറിയണം, അവൾ എന്താണ് ഇവിടെ ചെയ്തത്, അവളുടെ ജോലിയെ പറ്റിയാണോ? അതെ, അവൾ ഇവിടുത്തെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചു എന്നെല്ലാം ഞാൻ കേട്ടിരുന്നു. അതുമല്ല അവളുടെ ജോലിയെ പറ്റി എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ജാക്ക് പറയും, ഓക്കെ എന്തൊക്കെയായാലും നിങ്ങളുടെ മകള് ഇവിടെ ഒരു ട്രെയിനി ആയിരുന്നു, ഇവിടെയുള്ള എല്ലാ ജോലിക്കാർക്കും ഇൻഷുറൻസും ഉണ്ടായിരുന്നു എന്നെല്ലാം വേറെ എന്തൊക്കെയോ പറയാനായിട്ട് ഇവൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ അതൊന്നും വലിയ കാര്യമാകത്തില്ല, അതൊന്നും എനിക്ക് അറിയേണ്ടെന്ന് പറയുമ്പോൾ ജാക്ക് പറയും, ഓക്കെ നോർത്ത് മൂൺ പ്രധാനമായിട്ടും ഒരു ഗവേഷണ കേന്ദ്രമാണ്. ഗവൺമെന്റിൽ നിന്നും ഞങ്ങൾക്ക് തികച്ചും സാങ്കേതികപരമായിട്ട് ഒരു എനർജി സ്രോതസ്, ഒരു ഊർജ്ജം ഉണ്ടാക്കുക, അതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, നിങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതുപയോഗിച്ച് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല അതുണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് അധികാരമില്ല. ഇത് ഈ ഒരു രാജ്യത്തിന്റെ ആണവ നിലയ കേന്ദ്രമാണ്, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് ആയുധങ്ങൾ നിർമ്മിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഗവൺമെന്റ് സമ്മതിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു ആണവോർജ്ജം എന്തിനായി ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അപ്പോൾ എന്റെ മകൾ ഇതിന്റെ ഭാഗമായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് നേരിട്ട് ഇതിലൊരു പങ്കുമില്ലായിരുന്നു, അവൾ റിസർച്ച് ഫ്ലോറിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ എന്തായാലും എമയുടെ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ അവൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആയാലും എന്തോ ഒരു സംശയത്തോടെ തന്നെ അവനെ കുറെ നേരം നോക്കിയിരുന്നിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ജയ് അവനെ വിളിക്കുന്നത്. എന്നിട്ട് ഹീറോയോട് പറയും, നീ ഇതിന് തയ്യാറാണോ, ഞങ്ങൾക്കൊരു DNA മാച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ ഈ ഒരു പോലീസുകാരെല്ലാം കൂടി ചേർന്നിട്ട് എമയെ വെടിവെച്ച് കൊന്ന ആ ഒരു ഷൂട്ടർ ഉണ്ടല്ലോ അവന്റെ വീട് കണ്ടുപിടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ തലയിലേക്ക് വേറെ ആരോ ഷൂട്ട് ചെയ്ത് അവനെ ആൾറെഡി തന്നെ കൊന്നിട്ടേക്കാണ്. അതുപോലെ അവൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു തോക്കും ഈ ഒരു സ്ഥലത്ത് നിന്ന് അവർ കണ്ടെത്തുന്നുണ്ട്. അപ്പോഴാണ് ജയ് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹിറ്റ്മാൻ ആണ്. ഇത് കേട്ട ഹീറോ അവിടെ ഇരുന്നിട്ട് അവനിങ്ങനെ നോക്കുമ്പോൾ ജയ് ചോദിക്കും, അല്ല എന്താ നിങ്ങൾ നോക്കിയത്? ഒന്നുമില്ല. അല്ല എന്താ നോക്കിയത്? ഇല്ല, DNA വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരാളുടെ മുടിക്ക് നല്ല നീളം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇവന് മുടിയില്ലല്ലോ, ഇവൻ ചിലപ്പോൾ മുടി കട്ട് ചെയ്തായിരിക്കും ഒരാഴ്ച ഗ്യാപ്പിലോ എന്നുള്ള രീതിയിലൊരു സംശയം നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹീറോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ എമയുടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെളിയിൽ ഒരു ബാരൽ എടുത്ത് വെച്ച് അതിനകത്തിട്ട് ഇങ്ങനെ കത്തിക്കുകയാണ്. കാരണം അവളുടെ ഓർമ്മകൾ ഇനി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പുറകിൽ ആരോ ഇരിക്കുന്നത് പോലെ ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ജഗ്ബർഗ് ആണ്. അപ്പോൾ ഹീറോ തോക്ക് കാണിച്ചിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതുപോലെ കാര്യം പറയും. ഞാൻ ഇതുപോലെ നിന്നെ കൊല്ലാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി എഴുന്നേൽക്ക്. അവന്റെ കയ്യിൽ തോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനില്ലാന്ന് പറയും. അങ്ങനെ കുറച്ചു നേരം സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരാൾ ഹീറോയെ കൊല്ലാനായിട്ടല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ജഗ്ബർഗിനെ നമുക്ക് എന്തായാലും ജയ് എന്ന് വിളിക്കാം. അങ്ങനെ ജയുടെ ഐഡിയും കാര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് അത് കഴിഞ്ഞ് അപ്പോൾ ജയ് പറയും ഇവിടെ നല്ല തണുപ്പുണ്ട്, നമുക്ക് അകത്തേക്ക് പോയാലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ജയിനകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ജയ് ഹീറോയെ കൊല്ലാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ ഭാഗത്ത് എന്തോ ഒരു ന്യായം ഉണ്ടെന്ന് ജയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജയ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ജയോട് പറയുന്നതും ഹീറോ ആണെങ്കിലും ജയ്ക്ക് മദ്യമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് ഇപ്പോൾ ജയ്ക്ക് അറിയാവുന്ന കാര്യവും ഹീറോയോട് പറയും. ഇതുപോലെ നിന്നെ കൊല്ലാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത് നോർത്ത് മൂറിൻ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലെ ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ മകള് അതിനകത്തുള്ള എന്തോ ഒരു കാര്യം, അവർ ചെയ്യുന്ന എന്തൊരു ഗവേഷണം അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിന്റെ മകള് മാത്രമല്ല വേറെ 3 പേരും കൂടി ചേർന്ന്. അതുകൊണ്ട് തന്നെ അതിൽ 3 പേര് എങ്ങനെയാ കൊല്ലപ്പെടുകയായിരുന്നു, അതിൽ രക്ഷപ്പെട്ടു വന്നതാണ് നിന്റെ മകള്. അവളുടെ കൂട്ടുകാർ മരിച്ചതിന് ശേഷമാണ് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അവൾ എന്തോ പറയാനായിട്ട് ശ്രമിച്ചിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അപ്പൊ അത് നീ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അവരയച്ചത്, പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ജയ് അവിടെ നിന്ന് പോകുന്നു. കാരണം ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യനെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ജയ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നല്ല മനുഷ്യനല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോ നേരെ ഡേവിഡിനെ കാണാനായിട്ട് വരും. ഇപ്പോഴും ഡേവിഡ് ഹീറോയെ കണ്ട് പേടിച്ചിട്ടാണ്. നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല ഇവിടേക്ക് വരരുതെന്ന്, എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല, കാരണം അവരെന്നെ കൊല്ലാനായിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ ഇത് ചോദിക്കുമ്പോൾ അവനെ വിളിച്ച് ആ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് വരും. എന്നിട്ടാണ് ഹീറോയോട് പറയുന്നത് ഇതുപോലെ അവൾ ആ ഒരു ആണവ നിലയത്തിൽ അവർ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കണ്ടുപിടിക്കാനായിട്ടാണ് അവരെല്ലാവരും കൂടി പോയത്. ആ ഒരു കാര്യമല്ല ഒരു വക്കീലിനോട് അവൾ പോയി പറഞ്ഞിരുന്നു ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാനും ആ ഒരു കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനും. പക്ഷെ ആ ഒരു വക്കീൽ ആ ഒരു കേസ് ഒരിക്കലും എടുത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു വക്കീലിന്റെ പേര് ചോദിക്കും. അവന്റെ പേര് സാംസൺ എന്നാണ്. അപ്പോൾ ആ ഒരു വക്കീല് ഈ ഒരു കമ്പനിയിലെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എമയെ സഹായിച്ച 3 പേരെ ഈ കമ്പനിക്കകത്ത് തന്നെ എന്തോ ശരിയാക്കാനെന്നും പറഞ്ഞിട്ട് ഒരു തുരങ്കത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആ ഒരു 3 പേർക്കും പക്ഷെ എമയ്ക്കൊരിക്കലും റേഡിയേഷൻ ബാധിച്ചിട്ടില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് നമ്മുടെ ഡേവിഡ് പറയും. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ അയാൾ എന്നെ കൊല്ലും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളൊരു പോലീസുകാരനാണ്, എമ്മയുടെ അച്ഛനാണ്, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഹീറോ ഡേവിഡിന്റെ ആ ഒരു തോക്ക് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നിനക്ക് എപ്പോഴെങ്കിലും മനസ്സ് മാറുമെന്നുണ്ടെങ്കിൽ ദേ ഇത് കയ്യിൽ വെച്ചോന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്നും നേരെ ആ ഒരു കമ്പനിയുടെ വെളിയിൽ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതേസമയം ആ ഒരു CEO ഉണ്ടല്ലോ ജാക്ക് ബെനറ്റ്, അവനിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് അവന്റെ കാറും എടുത്ത് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹീറോ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് നേരമായിട്ട് ഹീറോ അവരെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ആംബുലൻസ് ഇവരുടെ പുറകെ വരുന്നു. അപ്പോൾ ഹീറോ ആയാലും പെട്ടെന്ന് സൈഡ് മാറി ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ആംബുലൻസ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഹീറോ പുറകിലേക്ക് നോക്കുമ്പോൾ വേറൊരു വണ്ടി കുറെ നേരമായിട്ട് ഹീറോയെ ഫോളോ ചെയ്ത് വരുന്നു. അപ്പൊ ഇത് വേറെ ആരുമല്ല ആ ഒരു CEO ഉണ്ടല്ലോ അവന്റെ ആളുകളാണ്. അവൻ എങ്ങനെയോ മനസ്സിലായി ഹീറോ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാല് വണ്ടി ആ ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴിയെ വിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അവിടേക്ക് കൊണ്ടു നിർത്തും. അപ്പൊ ഇവരായാലും പുറകെ വന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ ഹീറോ പാതി അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ടോയ്ലറ്റിനകത്തേക്ക് കയറിപ്പോയി ഓടിച്ചെന്നിട്ട് ഒരു ടോയ്ലറ്റിലേക്ക് കയറി അവിടെയുള്ള ഒരു ജനാല ഭാഗമുണ്ട്, അതാണെങ്കിൽ ഈ ഗ്ലാസ് വെച്ച് നിർമ്മിച്ചേക്കാണ്. അത് ചവിട്ടി പൊളിച്ചിട്ട് അതുവഴി നേരെ വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഓടി തന്റെ കാറിനടുത്തേക്ക് പോവാണ്. കാരണം ഈ ഒരു മണ്ടന്മാര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേസമയം യുവമാര് രണ്ടുപേരും ഓടി അകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോ എവിടെയാണെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം തകർന്ന് കിടക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഹീറോ അതിന് മുന്നേ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവർ വന്ന് ഇവരുടെ വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ടയറും പഞ്ചറാക്കി വെച്ചു, മുന്നിലത്തെ ഗ്ലാസും ഇടിച്ചു പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഹീറോയെ ഇനി ഫോളോ ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ ഇനിയിപ്പോ ജാക്കിന്റെ വണ്ടി കണ്ടുപിടിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ വേഗതയിൽ പോകണം. പെട്ടെന്ന് തന്റെ പോലീസ് സൈറൺ ഉണ്ടല്ലോ അത് ഓണാക്കി നല്ല സ്പീഡിന് കാർ ഓടിച്ചുകൊണ്ട് പോവാണ്. സത്യം പറയാലോ ഈ ഒരു സീനെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് ഇടാൻ കഴിയത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല സീനായിട്ട് ഇട്ടേനെ. അങ്ങനെ ഒരുപാട് ദൂരം ഓടിച്ച അവസാനം ജാക്കിന്റെ കാർ കണ്ടുപിടിച്ചിട്ട് അവന്റെ പുറകെ തന്നെ വന്ന് അവന്റെ കാർ ഒരു സൈഡിലേക്ക് നിർത്തി. ഇപ്പോൾ ഹീറോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് എടുത്ത് നേരെ വന്ന് മുന്നിലത്തെ ആ ഒരു ഡ്രൈവറിനെ ഒരു ഒറ്റയിടി, എന്നിട്ട് നേരെ പുറകിലേക്ക് വന്നിട്ട് അവന്റെ തലയിലേക്ക് തോക്കും വെച്ച് അവനെ കൊല്ലാന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ജാക്കിന്റെ വീട്ടിൽ നിന്നും ആരോ ഒരാൾ വിളിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് ഇവനൊന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിൽ തന്നെ ഇറങ്ങി അങ്ങ് പോവും. ജാക്കിരുന്ന് വിറയ്ക്കുന്ന വിറയിൽ കാണണം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് TV ന്യൂസിലെല്ലാം കാണിക്കുമ്പോൾ US സെനറ്റർ ഉണ്ട്,
അയാളിപ്പോൾ ടി വിയിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതെല്ലാവരും നമ്മുടെ ജെ ആയാലും അതേപോലെ തന്നെ ഡേവിഡ് ഇവരെല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സെനറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആണവ നിലയത്തെ പറ്റി തന്നെയാണ്. ഇത് ഗവൺമെന്റ് കൂടി അംഗീകരിച്ചിട്ടാണ് അത് നടത്തുന്നത് എന്നുള്ള രീതിയിൽ അയാൾ ആ ഒരു ആണവ നിലയത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ കാണുന്ന അവർക്കായാലും തോന്നുന്നത് എന്താണ്, ഇതിനകത്ത് നടന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇത് കാണുന്ന ജയിക്കായാലും യമ മരിച്ച ആ ഒരു കാരണം എല്ലാം ഇയാൾക്കും അറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഈ ഒരു സെനറ്റർ ഒന്നും മിണ്ടാതെ ആ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു, അത് പണത്തിന് വേണ്ടി. അതേസമയം ഇവിടെ ഡേവിഡും ആ ഒരു ടി വി കണ്ടോണ്ടിരിക്കുകയാണല്ലോ. പെട്ടെന്നാണ് മറ്റൊരു വശത്ത് കാണിക്കുമ്പോൾ ഡേവിഡ് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചു. ഇനി ആരെങ്കിലും അവനെ കൊന്നതാണോ എന്നും നമുക്കറിയത്തില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ ജയെ കാണാനായിട്ട് ചെല്ലും. അങ്ങനെ ഒരു കടൽ തീരത്തായിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത്, നൈറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളുണ്ട്, അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു തുരങ്കത്തിനകത്തേക്ക് കുറച്ച് ആളുകളെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ എമയും ബാക്കി 3 പേരും കണ്ടുപിടിച്ച ആ ഒരു കാര്യം. അതിൽ ആ ഒരു 3 പേര് തുരങ്കത്തിനകത്തേക്ക് പോയിട്ട് റേഡിയേഷൻ ബാധിച്ച് അവരെങ്ങനെ മരിക്കുമായിരുന്നു. അതിനെപ്പറ്റി ജയോട് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയില്ലെങ്കിലും ഈ ഒരു കേസ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്കറിയാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇപ്പോൾ ജയോട് പറയുന്നുണ്ട്, എന്നെ കൊല്ലാതിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞിട്ട് ജയ് നേരെ വീട്ടിലേക്ക് ചെന്ന് ഏതോ ഒരു ബാഗ് കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു റിപ്പോർട്ടർ ലേഡിയും അതേപോലെ തന്നെ ഒരു ക്യാമറമാനും ഓടി വന്ന് അവൻ്റെ മകളുടെ മരണത്തെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, സോറി മോളെ, നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി, എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ വരുന്നത്? ശരി, എന്തായാലും നിന്റെ കാർഡ് ഇങ്ങതാ, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, അതുപോലെ അധികം നേരം ഇവിടെ നിൽക്കണ്ട, മോൾ എന്തായാലും വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് യമ ഈ ഒരു കേസിനെ പറ്റി കാണാൻ പോയെന്ന് പറഞ്ഞൊരു വക്കീലുണ്ടല്ലോ, സാംസൺ എന്ന് പറഞ്ഞിട്ട്, അവനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു വക്കീലിനെ കാണുന്നത് ഹീറോ ചോദിക്കും, ഇതുപോലെ ഞാൻ എമയുടെ അച്ഛനാണ്, അതൊരു പോലീസുകാരൻ, അല്ല അവളൊരു കേസിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. അതെ വന്നിരുന്നു, പക്ഷെ ആ ഒരു കേസ് ഞാൻ ഒരിക്കലും എടുത്തില്ല, അത്രമാത്രമേ എനിക്ക് അറിയാവുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോ പറയും, പക്ഷെ അങ്ങനെയല്ലല്ലോ, നീ എമയോ ആയിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയെന്ന് പറഞ്ഞു. അതെ, ഞാൻ അവളെ ഒരു ഡേറ്റിന് വിളിച്ചിരുന്നു, അവളൊരു നല്ല പെൺകുട്ടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് സോറി എനിക്ക് പോകാൻ സമയമെന്നും പറഞ്ഞ് ഇറങ്ങാനായിട്ട് വരുമ്പോൾ ഹീറോ പുറകെ തന്നെ അവൻ്റെ കൂടെ നടന്നു പോവാണ്. അവനായാലും ഇപ്പോൾ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ, നീ അവളിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒന്ന്, അവളുമായിട്ട് കിടക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഏത് സുരക്ഷാ ലംഘനമാണ് ലംഘിച്ചത് എന്നറിയാൻ വേണ്ടി നീ ശ്രമിച്ചു, കാരണം അത് നിനക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ഒരു വക്കീൽ പെട്ടെന്ന് കാറിനകത്തേക്ക് കയറിയിട്ട് സോറി എന്ന് പറഞ്ഞ് ഇരിക്കുന്നതും ഹീറോ നേരെ ആ ഒരു കാറിനടുത്തേക്ക് ചെന്ന്, എനിക്കറിയാം നീ നോർത്ത് മൂറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്ന്, അതുപോലെ എൻ്റെ മകള് നിന്റെ അടുത്ത് വന്നു, നീ നോർത്ത് മൂറിന്റെ വക്കീലാണെന്ന് പോലും അറിയാതെ എൻ്റെ മകൾ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്തോ ഒരു ചർച്ച നടത്തി. എൻ്റെ മകളെ കൊല്ലാനായിട്ട് തന്നെയാണ് നിങ്ങൾ അന്ന് ആളെ പറഞ്ഞു വിട്ടത്, ഒരിക്കലും ടാർഗറ്റ് ഞാനല്ലായിരുന്നു. അപ്പോൾ ആ ഒരു വക്കീൽ ചോദിക്കും, ഇതിനെല്ലാം തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകളുടെ ഡയറി ഉണ്ട്, അതുമല്ല എനിക്ക് എന്തായാലും ആ ഒരു സെനറ്ററിനെ കണ്ടേ പറ്റൂ, അത് നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ആ ഒരു വക്കീൽ പറയും, ഓ സെനറ്ററിനെ കാണാനാണോ, നിങ്ങൾ അത്ര എളുപ്പത്തിൽ പോയി കാണുമെന്നാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ദേ നോക്ക്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ട് സെനറ്ററിനെ എനിക്ക് ഉടനെ തന്നെ കാണണം, അതിനുള്ള നടപടികൾ നീ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹീറോ കുട്ടിക്കാലത്തുള്ള എമയെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തൻ്റെ കാറിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് കാറിന്റെ വെളിയിൽ ആരോ ഒന്ന് തട്ടുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും അത് മെലിസ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇതിനു മുന്നേ ഹീറോ വിളിച്ച ആ ഒരു പെണ്ണാണ്. അവളിപ്പോൾ കാറിനകത്തേക്ക് കയറിയിട്ട് അവൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കും, എനിക്ക് പേടിയാവുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇല്ല എനിക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി എൻ്റെ മകളെ പറ്റിയുള്ള എന്ത് കാര്യം നിനക്കറിയാവുന്ന ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനാണ് അവളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആർക്ക്? നൈറ്റ് ഫ്ലവർ, അതൊരു കോർപ്പറേഷനാണ് എന്ന് പറയുമ്പോൾ തന്നെ പുറകിൽ ഒരു കിളി കരയുന്ന ശബ്ദം കേട്ട് തന്നെ ഇവള് പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. അല്ല നീ ആരെയാ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ, അവർ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്നു, കറുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എൻ്റെ അമ്മയെ പറ്റി ചോദിച്ചു. അപ്പോൾ ഹീറോ പറയും, അപ്പോൾ എൻ്റെ മകള് നോർത്ത് മുറിനെ പറ്റി എന്തോ ഒരു കാര്യം, അതെ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ബെനറ്റിനെ പറ്റിയാണ്, അതാണ് അവൾ പറയാനായിട്ട് ആഗ്രഹിച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് അവള് ഏമ തന്നു എന്നും പറഞ്ഞ് ഒരു കവർ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, ഞാനൊരു സ്റ്റോർ നടത്താണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല മോളെ കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരും കണ്ടിട്ടില്ല, അതുപോലെ തന്നെ നീ പോയാൽ മതി, ഞാനിതിലൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ മെലിസയായാലും ആ ഒരു ഡോർ തുറന്ന് ഇതുപോലെ ഇടിച്ചങ്ങ് തെറിപ്പിക്കും. ഇത് കണ്ട നമ്മുടെ ഹീറോ പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി എമയുടെ അടുത്തേക്ക് വരുമ്പോൾ ദൂരെ പോയ ആ ഒരു കാർ തിരിച്ചു വരികയാണ്. എൻ്റെ മോനെ, അത്രയും ദേഷ്യമുണ്ട് ഹീറോയ്ക്ക്. പെട്ടെന്ന് തൻ്റെ തോക്കെടുത്ത് ഒട്ടും മാറാതെ അവിടെ തന്നെ നിന്ന് ആ ഒരു കാറിനകത്തേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്യും.
ഷൂട്ട് ചെയ്ത് ഒരു കാർ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അതിനു മുന്നേ തന്നെ അതിനകത്തുള്ളവൻ വെടികൊണ്ട് മരിച്ചിരുന്നു. അതുമല്ല, കാർ ഇടിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ ടയറിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ നിയന്ത്രണം വിട്ട് ഇത് തെറിച്ച് അടുത്തുള്ള പുഴയിലേക്ക് വീണിട്ട് ആ ഒരു കാറ് ഒഴുകി അങ്ങ് പോവാണ്. ഇതുകൊണ്ടാണ് മെലിസ ഒരുപാട് പേടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെലിസയെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ മരിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ ഒരു കാല് നഷ്ടമായി, അത് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മെലിസയുടെ അമ്മ അവിടേക്ക് വരുന്നു. അത് കാണുന്നത് ഹീറോ നേരെ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു കാസറ്റ് ഉണ്ടല്ലോ അതെടുത്ത് തന്റെ ലാപ്ടോപ്പിലിട്ട് കാറിലിരുന്ന് തന്നെ അതെന്താണെന്ന് കണ്ടു നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ യമ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണത്. അതിൽ യമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് യമ ക്രേവൻ, ഞാൻ നോർത്ത് മൂർ മാസച്ചെറ്റിൽ ജോലി ചെയ്യാണ്, അതൊരു ഗവേഷണ സഹായിയായിട്ട്. അതുമല്ല ഇവിടുത്തെ സെക്യൂരിറ്റി കണ്ടീഷൻ ഞാനിപ്പോൾ വയലേറ്റ് ചെയ്യാൻ പോവാണ്, അതിനൊരു കാരണമുണ്ട്. അതുമല്ല ഈ ഒരു കാര്യം പുറത്തറിയിക്കാൻ വേണ്ടി നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം. അതുമല്ല അച്ഛൻ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നോൾ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അവൾ പറയുന്നത്. അവർ ആണവായുധങ്ങളാണ് നിർമ്മിക്കുന്നത്, പക്ഷെ ഒരിക്കലും ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ആണവായുധങ്ങളല്ല. ഈ ഒരു ആയുധങ്ങളെല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും വിദേശ വസ്തുക്കൾ വെച്ച് ഒരു ബോംബിന് സമാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഫയൽസ്, ബാക്കി റെക്കോർഡുകൾ എല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ യമയെ അവർ വന്ന് കൊന്നത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതേസമയം ആ ഒരു CEO ഉണ്ടല്ലോ ജാക്ക്, അവനെ കാണാൻ വേണ്ടി ഇപ്പോൾ ഈ അമേരിക്കയിലെ അധികാര സ്ഥാനത്തിരിക്കുന്ന 1-2 പേര് വരുന്നുണ്ട്. എന്നിട്ട് അവർ പറയും, നീ ഇപ്പോൾ എടുത്തു ചാടി യമ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കൊന്നതുകൊണ്ടാണ് അവളുടെ അച്ഛൻ ഇപ്പോൾ ഈ ഒരു കേസിന്റെ പുറകെ നടക്കുന്നത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പോൾ ജാക്ക് പറയും, ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമായിരുന്നു. അതുമല്ല ഇവർ വരുത്തി തീർത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ യമ ആ റേഡിയേഷൻ കാരണം അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അതിന് മുന്നേ തന്നെ ജാക്ക് ആളെ വിട്ട് അവളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്ന് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് യമ പെട്ടെന്ന് വീട്ടിൽ ഛർദ്ദിക്കുമല്ലോ, അതിന് കാരണം അവൾ കഴിച്ച ഫുഡിൽ റേഡിയേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊരു വിഷാംശമായിട്ട് ഉള്ളിൽ ചെന്ന് അവൾ ഛർദ്ദിക്കുന്നതും അവളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നതും. അതുമല്ലാതെ അവൾക്കും ആ ഒരു റേഡിയേഷൻ ബാധിച്ചതുകൊണ്ട് തന്നെ അവളുടെ തലമുടിയുടെ അടുത്ത് ഹീറോ ആ ഒരു ഡിവൈസ് വെക്കുമ്പോൾ അത് പ്രവർത്തിച്ചല്ലോ, അതിന് കാരണവും അതുകൊണ്ടാണ്. ഇപ്പൊ അവസാനമായിട്ട് ഇവന്മാർ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയെയും അതേപോലെ തന്നെ കൊല്ലാൻ കഴിയോ ഇല്ലേ എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അതും സംസാരിച്ച് അവരവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോ റോബിൻസൺ എന്ന് പറഞ്ഞ ഒരുത്തനെ കാണാനായിട്ട് ചെല്ലാണ്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ നിങ്ങളുടെ പേര് റോബിൻസൺ ആണോ? അതെ, ദയവേത് നിങ്ങളുടെ ഗ്ലാസ് ഒന്ന് മാറ്റാവോ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണഴെടുത്ത് മാറ്റുന്നതും ഒരു ഒറ്റ ഇടി മൂക്കിന് നോക്കി എന്നിട്ട് പിടിച്ച് താഴേക്കൊരു ഒറ്റയേറ്. അങ്ങനെ താഴേക്ക് വന്ന് അയാൾ നല്ലതുപോലെ ഇടിക്കുകയാണ്. ഇയാൾ വേറെ ആരും അല്ല, ഒരു ജഡ്ജിയാണ്. കാരണം യമ ഈ ഒരു കാര്യം ആ ഒരു വക്കീലിനെ അറിയിച്ചതിന് ശേഷം ആ ഒരു വക്കീൽ ഈ ഒരു ജഡ്ജിയോട് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ഇയാളും അവരുടെ ആളായതുകൊണ്ട് അത് വലിയ കാര്യമാക്കി എടുത്തില്ല. അത് കാരണമാണ് നമ്മുടെ യമയെ അവർ ഈ വീട്ടിലേക്ക് വന്ന് കൊന്നതും. ഈ ഒരു ദേഷ്യം കാരണമാണ് ഹീറോ ഇപ്പോൾ ഇയാളെ വന്ന് ഇടിക്കുന്നത്. അങ്ങനെ അയാളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഹീറോ നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് ആ ഫ്രിഡ്ജ് തുറന്നിട്ട് ഈ ഒരു ഡിവൈസ് വെച്ച് എല്ലാം ഇങ്ങനെ പരിശോധിക്കാണ്. അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവൻ കുടിക്കുന്ന പാലിൽ ഈ ഒരു റേഡിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി അവൻ കുടിക്കുന്നത് കൊണ്ട് തന്നെ അവനും പതിയെ ആ ഒരു രോഗം ബാധിച്ചു തുടങ്ങി. ഇനി പെട്ടെന്ന് തന്നെ ഹീറോയും മരിക്കും, ആ ഒരു അവസ്ഥയായിപ്പോ. ഇപ്പൊ യമയെ പോലെ തന്നെ ഹീറോയും മരിക്കാൻ പോവാണ്. അതാണ് ഇത്രയും കാലം അവൻ കുടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അതേസമയം ആ ഒരു ജാക്കും പിന്നെ ഈ ഒരു ഗവൺമെന്റിലുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കുന്നുണ്ട്. ഹീറോ കഴിക്കുന്ന ആ ഒരു ഫുഡിൽ ഇവർ ആ ഒരു റേഡിയേഷൻ അടങ്ങിയ ആ ഒരു പാലുണ്ടല്ലോ അത് ഹീറോയ്ക്ക് കൊടുത്തതിനെ പറ്റി ഇവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അത് നമ്മൾ വരുത്തി തീർക്കാൻ പോകുന്നത് സ്വന്തം മകളുടെ മരണം കാരണം അവളുടെ അച്ഛനും വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള കാര്യം ഇവർ സംസാരിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു സെനറ്ററിനെ കാണാനായിട്ട് വരും. അപ്പൊ US സെനറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും അധികാരത്തിലുള്ള ഒരാളാണ്. അയാളെ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എന്നിരുന്നാലും ആ ഒരു വക്കീലിനെ വെച്ച് ഹീറോ അതെങ്ങനെയോ സാധ്യമാക്കിയിട്ട് ഇപ്പൊ അയാളെ കാണാണ്ട് ചെല്ലും. അങ്ങനെ ആ ഒരു സെനറ്ററിനോട് തന്റെ മകളെ പറ്റിയുള്ള ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ഒരു സെനറ്ററും പറയുന്നുണ്ട്, അതെ നിന്റെ മകൾ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, അതുമല്ല ആ ഒരു കമ്പനിയെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയ ഒരു കത്തും എനിക്ക് അയച്ചിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുക, ആ ഒരു കത്ത് എന്ത് ചെയ്തു? സുരക്ഷാ നടപടിക്രമങ്ങൾ കാരണം എനിക്ക് മറ്റുള്ളവരെയും കാണിക്കണമായിരുന്നു. അതുമല്ല ആ ഒരു കമ്പനി സുരക്ഷാ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ഇടപെടുന്നില്ല. അതുമല്ല നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ തിരിച്ചൊരു കത്ത് എഴുതി, ഇതൊന്നും ഇനി വലിയ കാര്യമാക്കണ്ട, ഇതിന് പുറകെ പോകരുതെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ അവൾ കേട്ട് കാണത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അപ്പോൾ നീ എൻ്റെ മകളെ സഹായിച്ചില്ലല്ലേ? അപ്പോഴാണ് ആ ഒരു സെനറ്റർ പറയുന്നത്, നോക്കൂ മിസ്റ്റർ, നിങ്ങളുടെ മകൾ മരിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അവള് നിയമം ലംഘിച്ചു, അതിലിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഈ ഒരു സിറ്റിയുടെ സമ്പാദ്യം അതെല്ലാം ആ ഒരു കമ്പനി ആശ്രയിച്ചിരിക്കുന്നുണ്ട് എന്നെല്ലാം ഈ ഒരു സെനറ്റർ പറയുമ്പോൾ ഹീറോ പറയും, നിങ്ങളൊരു സെനറ്ററാണ്, അതറിയോ? എന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഇതിനെപ്പറ്റി അറിഞ്ഞ 4 പേരാണ് യമ അവളുടെ 3 സുഹൃത്തുക്കൾ. ഇവരുടെ 4 പേരുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്
നിങ്ങളുടെ ഗൂഢാലോചന കാരണമാണ് ഇവർ 4 പേരും മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവർ സെനറ്റർ പറയും, പക്ഷെ നിങ്ങളുടെ മകളുടെ മരണം അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ? ഒരിക്കലുമല്ല, അവൾ താലിയോ എന്ന് പറഞ്ഞിട്ടൊരു വിഷം കഴിച്ചു. അതും ജാക്ക് ബെനറ്റ് അവളുടെ ഫുഡിൽ അവൾ പോലും അറിയാതെ മിക്സ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു കാര്യത്തെപ്പറ്റി എല്ലാവരോടും പറയാൻ പോവാണ്. ഇത് നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണം. നിനക്ക് ആവശ്യമുള്ള എല്ലാവരെയും നീ വിളിച്ചോ. നിന്നെ പേടിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഇതെല്ലാം ഇനി ഉടനെ തന്നെ പുറത്തു വരും. അതിലൂടെ തന്നെ എല്ലാവരും മനസ്സിലാക്കും എൻ്റെ മകളെ നിങ്ങളെല്ലാവരും കൊന്നത് വെറും ബിസിനസ്സിന് വേണ്ടി മാത്രമാണെന്ന് എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ വെളിയിൽ വന്ന് തൻ്റെ കാറിൽ കയറുന്ന സമയത്ത് ജാക്ക് ബെനറ്റിന്റെ ആളുകൾ വേറൊരു വണ്ടിയിൽ ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് അത് മനസ്സിലായി. അങ്ങനെ ഒരുപാട് നേരം ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ രാത്രിയാവുന്ന സമയം ഹീറോ നേരെ ഒരു ട്രാഫിക്കിലേക്ക് വണ്ടി കൊണ്ട് നിർത്തും. അപ്പോൾ ഇവരായാലും പുറകെ വണ്ടി കൊണ്ട് നിർത്തുന്നതും ഹീറോ റിവേഴ്സ് എടുത്ത് ഇവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി തോക്ക് കാണിച്ച് ഇവർ രണ്ടുപേരോടും പറയും, കുറേ നേരമായിട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നറിയാം, അതുകൊണ്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് രണ്ടുപേരെയും വെളിയിലേക്ക് ഇറക്കി മുട്ടുകുത്തി ഇരിക്കാൻ പറയും. ആ സമയം തന്നെ നമ്മുടെ പോലീസുകാരുണ്ടല്ലോ, അവരെല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കാണ് അവന്മാർ രണ്ടുപേരും പറയുന്നത്, തോമസ് ക്രേവൻ, നിനക്ക് ഞങ്ങളെ അറിയത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ആ പോലീസുകാർ വന്ന് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഈ ഒരു സംഭവം അടുത്ത ദിവസത്തെ വാർത്തയിലൂടെ ഇപ്പോൾ എല്ലാവരും അറിയാണ്. ഹീറോ ഇതേപോലെ ആ ഒരു കമ്പനിയിലെ രണ്ടുപേര് ഫോളോ ചെയ്ത് വന്നെന്നും അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു കമ്പനിയിലെ ഒരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഈ TV ന്യൂസിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു കമ്പനിയുടെ നേർക്ക് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് എല്ലാവരും തിരിയാൻ പോകുന്നെന്ന് ജാക്ക് ബെനറ്റിന് മനസ്സിലായി. ഈ ഒരു കാര്യം നമ്മുടെ ജെയും കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ജാക്ക് ബെനറ്റിനെ അവന്റെ കൂടെയുള്ള രണ്ടുപേരുണ്ടല്ലോ, അവരിപ്പോൾ വിളിച്ചിട്ട് ഇപ്പൊ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജാക്ക് പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വളരെ വൈകിപ്പോയി എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോ വീട്ടില് ഷേവ് ചെയ്യാൻ പോവാണ്. ആ ഒരു സമയത്താണ് കുട്ടിയായിട്ടുള്ള നമ്മുടെ ഏമ അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെയും അവൾക്ക് ഷേവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഒരു ഷേവിങ് ക്രീം എടുത്ത് അവളുടെ മുഖത്തെല്ലാം തേച്ചു കൊടുത്തിട്ട് അവളോടും ഹീറോ ചെയ്യുന്നത് പോലെ തന്നെ ഷേവ് ചെയ്യാനെല്ലാം പറഞ്ഞ് ആ ഒരു പഴയ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഹീറോ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തന്റെ റൂമില് എമയെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ ആരോ വന്നിട്ടുണ്ട്. അതാരാണെന്നറിയാൻ വേണ്ടി വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ജയ് ആണ്. അങ്ങനെ ജയ് അകത്തേക്ക് കയറി വന്ന് ഇവർ നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഈ ഒരു കേസിനെ പറ്റി ജയ് ഇങ്ങനെ സംസാരിക്കുന്നു. അതുമല്ല അവനൊരു കുട്ടിയുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട് എന്നുള്ള രീതിയിൽ അവൻ എന്തോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് പെട്ടെന്ന് അതൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവൻ കരയുകൂടി ചെയ്യുമ്പോഴത്തേക്കും ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങും. വേറെ ഒന്നുമല്ല, നമ്മുടെ എമയെ പോലെ തന്നെ ഹീറോയ്ക്കും ആ ഒരു വിഷം മിക്സ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവനും പതിയെ പതിയെ ആ ഒരു അസുഖം ബാധിച്ചു. എന്നിട്ട് ഹീറോ തിരിഞ്ഞു നിന്ന് ജയ്ഡ് പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിന്നോട് പറയാനുള്ളൂ, ആരെയും വെറുതെ വേദനിപ്പിക്കരുത്, മോശക്കാരിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത് എന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ രണ്ടുപേരുണ്ടല്ലോ, അവരിപ്പോ വീടിനകത്തേക്ക് വന്ന് തോക്ക് കാണിച്ച് നമ്മുടെ ക്രേവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ജയ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരൻ ഹീറോയെ ചതിച്ചു. അങ്ങനെ അവന്മാര് വന്ന് ഈ ഷോക്ക് കൊടുക്കുന്ന മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഷോക്ക് കൊടുത്ത് ഹീറോയെ അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. കുറെ കഴിഞ്ഞിട്ട് ഹീറോ കണ്ണു തുറക്കുമ്പോൾ നോർത്ത് മോൺ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അതിനുള്ളിൽ ഹീറോയെ ഇപ്പൊ കെട്ടിയിട്ടേക്കുന്നു. അതുപോലെ ഹീറോയ്ക്കാണെങ്കിൽ റേഡിയേഷൻ ഒരുപാട് ബാധിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒട്ടും വയ്യ. അങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവനൊരു ബെഡിൽ കെട്ടിയിട്ടേക്കാണ്. ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അതിന്റെ കമ്പി അത് കാലുകൊണ്ട് ചവിട്ടി ചവിട്ടി അങ്ങ് പൊട്ടിച്ചിട്ട് ഒരു വിലങ്ങ് അഴിക്കും. അപ്പോഴേക്കാണ് ഇതിനകത്തേക്ക് മാസ്ക് എല്ലാം ഇട്ട് ഒരാളിങ്ങനെ കയറി വരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ അനങ്ങാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അയാളുടെ അടുത്തേക്ക് വന്ന് ഹീറോയെ പരിശോധിച്ച് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവന്റെ കഴുത്ത് പിടിച്ച് അവനൊരു ഒറ്റയിടി. അങ്ങനെ അവനെ ഇടിച്ച് ബോധം കെടുത്തിയതിന് ശേഷം അവന്റെ കയ്യിലുള്ള ആ ഒരു കീ എടുത്ത് ഹീറോയുടെ ആ ഒരു വിലങ്ങ് ഊരിയിട്ട് ഹീറോ അവിടെ നിന്ന് മാറുമ്പോൾ മറ്റൊരു ഡോക്ടർ ഈ ഒരു റൂമിനടുത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ മാസ്കിലിട്ട് അവർ തന്നെ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നതും ഈ ഒരു ഡോക്ടർ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ ഹീറോ വന്നിട്ട് അവനെ പിടിച്ചു വെച്ച് നിന്റെ കാറിന്റെ കീ ഇങ്ങ് തരാൻ പറയും. എന്നിട്ട് അവന്റെ കാറിന്റെ കീയും വാങ്ങി ഹീറോ ഈ ഒരു കമ്പനി വിട്ട് എങ്ങനെയും പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു വിഷാംശം അല്ലെങ്കിൽ ആ ഒരു റേഡിയേഷൻ ഉണ്ടല്ലോ അത് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട്. അവന്റെ ശരീരമെല്ലാം നല്ല ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഹീറോ നേരെ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ തന്റെ വീട്ടിലേക്ക്. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഒരു തോക്കുണ്ടല്ലോ, അത് ഇത്രയും കാലം ഉപയോഗിച്ചില്ലായിരുന്നു, ഇനി എന്തായാലും ഇതിന്റെ സമയമായെന്ന് പറഞ്ഞ് ആ ഒരു തോക്കും കയ്യിലെടുത്ത് അടുത്ത ദിവസം തന്നെ നേരെ വരുന്നത് ജോൺ ബെനറ്റിന്റെ വീട്ടിലേക്ക്. അങ്ങനെ കാറിൽ അവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ 2 സെക്യൂരിറ്റിമാരുണ്ടല്ലോ അതിലൊരുത്തൻ ഹീറോയെ കണ്ട് പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി. ഏയ് ജോൺ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരുമ്പോൾ ഒന്നും നോക്കത്തില്ല, തോക്കെടുത്ത് അങ്ങനെ അവന്റെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്ത് അവൻ അവിടെ വെച്ച് തന്നെ കൊല്ലും. എന്നിട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവൻ ഈ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹീറോ അതിന് മുന്നേ തന്നെ അകത്തേക്ക് കയറിയിരുന്നു. എന്നിട്ട് അവന്റെ നേർക്ക് തോക്കും ചൂടിയാൻ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സെക്യൂരിറ്റി പറയും, ജോൺ എല്ലാം മതിയാക്കിക്കോ, നീ ഇനി മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് തോക്കെടുക്കാനായിട്ട് വരുമ്പോൾ അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവ ഉരുണ്ട് താഴേക്ക് വീഴുമ്പോഴത്തേക്കാണ് ജോൺ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് പറയുന്നത്, ഓക്കെ അപ്പോൾ എന്റെ മകളെ കൊന്നത് നീയാണോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടത്തില്ല. ശരി, നീ ക്രേവൻ എന്ന് വിളിക്ക്,
വിളിക്കാൻ പറയുന്നതും ഇവൻ പെട്ടെന്ന് ക്രേവൻ, അങ്ങനെയല്ല ഉറക്കെ ക്രേവൻ. ഒരു തവണ കൂടി വിളിക്കാൻ പറയുമ്പോൾ ഇവൻ ഉറക്കെ ക്രേവൻ എന്നിങ്ങനെ വിളിക്കുന്നതും ഇതുപോലെയാണ് നമ്മുടെ യമയെ കൊല്ലുന്നതിന് മുന്നേ അവൻ വിളിച്ചിരുന്നതും ക്രേവൻ എന്ന്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് യമയെ ഷൂട്ട് ചെയ്ത് കൊന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുകളിലേക്ക് കയറുന്നത് 2-3 തവണ അവനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലും. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരുത്തൻ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്യുന്നു, വേറെ ആരുമല്ല ജാക്ക് ബെനറ്റ്. പക്ഷെ അതിനു മുന്നേ തിരിച്ച് നമ്മുടെ ഹീറോയും അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ബുള്ളറ്റ് കൊണ്ട് അങ്ങനെ ജാക്ക് ആ ഒരു പടിക്കെട്ടിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീഴുന്നതും ഹീറോ പതിയെ മുകളിലേക്ക് കയറി ചെന്നിട്ട് ഈ ഒരു വിഷം കലർത്തിയ പാലുണ്ടല്ലോ അത് ഹീറോ കൊണ്ടുവന്നിരുന്നു. അത് പോയി എടുത്ത് ജാക്കിന് അങ്ങനെ പിടിച്ച് കിടത്തിയിട്ട് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അതെല്ലാം കുടിച്ചതിന് ശേഷം ഇപ്പോൾ ആ ഒരു വിഷം നല്ലതുപോലെ മിക്സ് ആയതുകൊണ്ട് തന്നെ ജാക്കും പെട്ടെന്ന് തന്നെ മരിക്കാൻ പോവാണ്. അതവനറിയാം. അതുകൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് പോയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള മരുന്നെടുത്ത് കഴിക്കാനായിട്ട് ആ ഒരു മരുന്ന് ഇങ്ങനെ തപ്പി പിടിക്കും. കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം നോക്കി അവസാനം ആ ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിക്കാനായിട്ട് വരുമ്പോൾ ഹീറോ റൂമിൽ വന്ന് നിൽക്കുന്നു. എന്നിട്ടാണ് ജാക്കിനോട് ഹീറോ പറയുന്നത്, നീ ഇത് അറിയിക്കുന്നുണ്ട്, അത് നിനക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നും പറഞ്ഞ് ജാക്കിന്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഇനി എങ്ങനെ അവൻ മരുന്ന് കഴിക്കും ആലോചിച്ച് നോക്ക്. അങ്ങനെ അവൻ ആ ഒരു രക്തം പോയിട്ട് പതിയെ അവിടെ കിടന്ന് പിടഞ്ഞ് മരണപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇവിടെ കാണിക്കുമ്പോൾ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ, നമ്മുടെ ജയ്ക്ക് ഈ ഒരു ജോലി കൊടുത്ത ആ ഒരു കണ്ണാടി, അതേപോലെ തന്നെ ആ ഒരു സെനറ്റർ, പിന്നെ അധികാരത്തിലിരിക്കുന്ന ആ മറ്റൊരാള്, ഇവർ 3 പേരും നമ്മുടെ ജയ് ചെയ്ത ആ ഒരു കാര്യം അതിനെപ്പറ്റി തന്നെ സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാല് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ ജയെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ അവൻ കഴിക്കുന്ന ആ ഒരു പാലില് വിഷം കലർത്തിയതേ ജയാണ്. ഇപ്പൊ ആ ഒരു കാര്യങ്ങളെ പറ്റിയെല്ലാം ജയോട് സംസാരിക്കുമ്പോൾ ഓക്കെ, നമുക്ക് അത് അങ്ങനെ തന്നെ ആക്കി തീർക്കാം. സ്വന്തം മകള് കാരണം വിഷം കഴിച്ച് മരിച്ച അച്ഛൻ, അതുകൊണ്ട് തന്നെ സെനറ്റർ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിലേക്ക് വരത്തില്ല, നിങ്ങളെ രക്ഷപ്പെടും എന്തെല്ലാം പറയുമ്പോൾ ആ ഒരു സെനറ്റർ പറയും, അതെ ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങള് ബാക്കിയുള്ള എല്ലാവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കും. ഓക്കെ, ക്രേവന്റെ കാര്യം എങ്ങനെയാണ്? അവനിപ്പോ ഹോസ്പിറ്റലാണ്, അവന് സംസാരിക്കാൻ പോലും കഴിയത്തില്ല. ഓ എന്നും പറഞ്ഞിട്ട് ഇവർ 3 പേര് ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജയ് പറയും, ഓക്കെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്കൊരു ജോലി ഏൽപ്പിച്ചു, ഞാനത് നല്ലതുപോലെ ചെയ്തു, ഇനി ഈ ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോൾ ഇവർ ചോദിക്കും, അല്ല എങ്ങനെ? അപ്പോൾ ജയ് പറയും, നല്ല ആളുകൾ നല്ലത് മാത്രമേ അർഹിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സെനറ്റർ പറയും, ഓക്കെ നിങ്ങൾ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, അതിൽ നിന്നെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ജയ് പറയും, സെനറ്റർ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഏത് ഭാഗത്താണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു സെനറ്റർ ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോഴേക്കാണ് ഇതിൽ നടുക്കിരിക്കുന്നവൻ, ഓക്കെ നമ്മൾ നല്ലൊരു മീറ്റിംഗ് കൂടി ഇനിയിപ്പോൾ അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ജയ് പെട്ടെന്ന് അവന്റെ നെറ്റിയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ അങ്ങ് കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഇവന് ജോലി കൊടുത്ത ആ ഒരു കണ്ണാടി അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് സെനറ്ററിന്റെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ സെനറ്റർ പേടിച്ചിരിക്കുന്നു. സത്യം പറയാലോ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാന സെനറ്റർ ആയിട്ടുള്ള ഇയാള് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ എന്തിനാണ് സെനറ്റർ എന്നും പറഞ്ഞിരുത്തിയേക്കുന്നത്? അപ്പൊ അവര് സെനറ്റർ പറയുന്നുണ്ട്, ജേ ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്ററാണ്, അറിയത്തില്ലേ? അപ്പോ ജയ് ചോദിക്കും, എന്ത് നിലവാരത്തില് എന്നും പറഞ്ഞിട്ട് ആ ഒരു സെനറ്ററിനെ ഷൂട്ട് ചെയ്ത് അവൻ കൊല്ലുന്നു. അങ്ങനെ അയാളെ കൊന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് ജയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജയ് പെട്ടെന്ന് തോക്ക് കാണിച്ചിട്ട് ആ ഒരു സെക്യൂരിറ്റിയോട് ചോദിക്കും, നിനക്കൊരു കുടുംബമുണ്ടോ, നീ വിവാഹിതനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേ ഇങ്ങനെ തലയാട്ടുന്നത്. അവനെ ഒന്നും ചെയ്യാതെ ഈ ഒരു തോക്ക് മാറ്റുന്ന സമയത്ത് ആ ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് നമ്മുടെ ജയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പാവം നമ്മുടെ ജയ് ഹീറോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ 3 പേരെ കൊന്നത്. പക്ഷെ നമ്മുടെ ജയ് ആ ഒരു സെക്യൂരിറ്റി കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഹീറോയെ കാണാൻ വേണ്ടി ഒരു റിപ്പോർട്ടർ ലേഡി വന്നിരുന്നല്ലോ, അവളുടെ ഓഫീസിലേക്ക് ഹീറോ ഒരു ലെറ്റർ അയക്കുന്നു. അത് വേറെ ഒന്നുമല്ല, യമ റെക്കോർഡ് ചെയ്ത ആ ഒരു ക്യാസറ്റാണ്. അത് കാണുന്നതും ഈ ഒരു പെണ്ണാണെങ്കിൽ നേരെ അവരുടെ ചീഫിനടുത്തേക്ക് ചെന്ന് ഇതെല്ലാം കാണിച്ചിട്ട് ഇനി എന്തായാലും ഈ ഒരു കാര്യം, ആ ഒരു കമ്പനിയെ പറ്റിയുള്ള എല്ലാ കാര്യവും പുറം ലോകം അറിയാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ബെഡിൽ കിടക്കാണ്. അവൻ മരിച്ചില്ലായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെ നിന്നും ആരോ നടന്നു വരുന്നത് പോലെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് യമയാണ്. അങ്ങനെ അടുത്തേക്ക് വന്നിട്ട് അവനെ തൊടാനായിട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് അത് നേഴ്സായിരുന്നു. ഹീറോയ്ക്ക് അത് തോന്നിയതാണ്. അങ്ങനെ ആ ഒരു നേഴ്സ് അവിടെ നിന്ന് നടന്നു പോകുന്നതും ഇപ്പോൾ യമ പതിയെ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവന്റെ തല പതിയെ ചരിച്ചു പിടിച്ച് അവന്റെ ചെവിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനെ നല്ലതുപോലെ തലോടി ആ ഒരു ക്യാമറ റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഹീറോയും യമയും കൈ പിടിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ മരിച്ചു. അപ്പൊ ഇവരുടെ 2 പേരുടെ ആത്മാക്കള് ഇപ്പൊ ഒരുമിച്ച് ചേർന്ന് അവിടെ നിന്ന് പോകുന്നു കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.